ടൂറിസം രംഗത്തടക്കം നിരവധി വികസന നേട്ടവുമായി ലോകശ്രദ്ധയാകർഷിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നിയമസഭാ മണ്ഡലം. രാഷ്ട്രീയ ഭരണരംഗത്ത് ഏറെ അനുഭവ സമ്പത്തുള്ള വി ജോയ് MLA നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. വർക്കല മണ്ഡലത്തിലെ വികസന ചിത്രങ്ങളുമായി നവകേരളം നവമുന്നേറ്റം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 40 കിലോമീറ്ററും തുറമുഖ നഗരമായ കൊല്ലത്ത് നിന്ന് 26 കിലോമീറ്ററും മാറി തിരുവനന്തപുരം കൊല്ലം തീരദേശ ഹൈവേയിലാണ് വർക്കല നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. വർക്കല മുനിസിപ്പാലിറ്റി, ചെമ്മരുതി, ഇടവ, ഇലകമൺ, മടവൂർ, നാവായിക്കുളം, പള്ളിക്കൽ, വെട്ടൂർ എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് വർക്കല മണ്ഡലം. രാഷ്ട്രീയ ഭരണരംഗത്ത് ഏറെ അനുഭവ സമ്പത്തുള്ള വി ജോയ് MLA നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. വർക്കല നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഇന്നു കാണുന്ന വൻകിട വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാം നിദാനമായത് കിഫ്ബി വഴിയുള്ള സാമ്പത്തിക സഹായങ്ങളാണ്. വർക്കല നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും പുതിയ കെട്ടിട സമുച്ചയം, അതുമായി ബന്ധപ്പെട്ട് തൊട്ട് താഴെയുള്ള ഹൈസ്കൂളുകൾ, ITIകൾ, അതുപോലെ തന്നെ മറ്റ് സ്കൂളുകൾ, ഇവയ്ക്കെല്ലാം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ബഹുനില കെട്ടിടങ്ങളും കുട്ടികൾക്ക് ആധുനികമായിട്ടുള്ള പഠന സൗകര്യത്തിന് അടിസ്ഥാനമായി സയൻസ് ലാബുകളടക്കമുള്ള സംവിധാനങ്ങളും സ്കൂളുകളിൽ തന്നെ വലിയ കളിസ്ഥലങ്ങളും ഒക്കെയായിട്ട് കിഫ്ബിയുടെ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റുരയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളിവിടെ ഉള്ളത്. ലോകോത്തരമായ ബീച്ചുകളാൽ സമ്പന്നമാണ് കേരളം. വിദേശ ബീച്ചുകളോട് കിടപിടിക്കുന്ന ബീച്ചുകളാണ് വർക്കലയിലുള്ളത്. പാപനാശം മുതൽ വെറ്റക്കട വരെ നീളുന്ന വിശാലമായ ബീച്ചാണ് വർക്കലയുടെ മുഖശ്രീ. അതുകൊണ്ട് തന്നെ വർക്കലയിലെ വിശാലമായ കടൽ തീരം ബീച്ച് ടൂറിസത്തിന് വലിയ സാധ്യതകൾ തുറന്നിട്ടു. ബീച്ച് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേകമായ പദ്ധതികളാണ് വി ജോയ് MLA നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബീച്ചുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ വർക്കലയിൽ നടപ്പിലാക്കി വരുന്നു. ആരോഗ്യ മേഖലയിലും കിഫ്ബിയുടെ വലിയ സഹായമാണ് വർക്കലയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. വർക്കല താലൂക്ക് ആശുപത്രിയുടെ സമഗ്രമായ വികസനത്തിന് കിഫ്ബി 40 കോടിയിലധികം രൂപയാണ് നമുക്ക് നൽകിയത്. മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കിഫ്ബിയുടെ ഫണ്ട് നമുക്ക് ലഭ്യമായി. തിരുവനന്തപുരം ജില്ലയിൽ അനുവദിക്കപ്പെട്ട ഏക അന്താരാഷ്ട്ര സ്റ്റേഡിയം, തോമസ് സെബാസ്റ്റ്യൻ്റെ പേരിലുള്ള ആ സ്റ്റേഡിയം, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും കിഫ്ബിയാണ് ഫണ്ട് അനുവദിക്കപ്പെട്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടൂറിസം, റോഡ്, ഗതാഗത മേഖലകളിൽ വർക്കല മണ്ഡലം വൻ വികസന കുതിപ്പാണ് നടത്തിയതെന്ന് വി ജോയ് MLA പറയുന്നു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും എത്തിക്കാനായതിന്റെ ചാരിതാർത്ഥ്യം അദ്ദേഹം പങ്കുവച്ചു. നല്ല നിലവാരമുള്ള റോഡുകൾ, BM&BC റോഡുകൾ
ഇന്ന് വർക്കലയിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനും ഫണ്ട് നൽകിയത് കിഫ്ബിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന തീരദേശ റോഡാണെങ്കിലും അതുപോലെ ദേശീയ ജലഗതാഗത പാതയാണെങ്കിലും വർക്കലയെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന 2 ടണലുകളുടെ മെയിൻ്റെനൻസ് ആണെങ്കിലും ഇതെല്ലാം കിഫ്ബിയുടെ സഹായത്തോടു കൂടി വർക്കലയ്ക്ക് ലഭ്യമായതാണ്. പൊതുവേ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ഇന്ന് കാണുന്ന ഭൗതിക രംഗത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വന്ന വലിയ മാറ്റം നമുക്ക് കിഫ്ബിയിലൂടെയാണ് സാധിച്ചത് എന്നുള്ളത് വളരെ അനുഗ്രഹമായിട്ട് നമുക്ക് മാറി. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ശിവഗിരി റിംഗ് റോഡ് എന്ന ഗതാഗത ഇടനാഴി വികസന ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പദ്ധതി വർക്കലയുടെ വികസനത്തിന് കൂടുതൽ കരുത്തേകുമെന്നുറപ്പാണ്. ഒരുപക്ഷെ കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ വികസന മുരടിപ്പ് നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുക നൽകാൻ കഴിഞ്ഞതും കിഫ്ബി ഉള്ളതുകൊണ്ടാണ് ആ നാഷണൽ ഹൈവേ ഈ വർഷത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കാണ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു നാടിൻ്റെ സമഗ്രമായ വികസന പ്രക്രിയയിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 25 വർഷം അല്ലെങ്കിൽ ഒരു 1/4 നൂറ്റാണ്ട് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമായത് ഈ കഴിഞ്ഞ 7-8 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ 7-8 വർഷക്കാലത്തെ ചരിത്രം കിഫ്ബിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ കഴിയുന്നതാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. 25ാം വാർഷികം ആഘോഷിക്കുന്ന കിഫ്ബിക്ക് വർക്കല MLA എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ടൂറിസ്റ്റുകളുടെ പറുദീസയായ വർക്കലയിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നടന്നത് മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ടൂറിസം, ഗതാഗതം തുടങ്ങി സർവ്വ മേഖലകളിലും വർക്കല ഏറെ മുന്നേറി. കേരളത്തിലെ ടെക്നോ സിറ്റിയായി വളർന്ന് കഴക്കൂട്ടം. കടകംപള്ളി സുരേന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൻ്റെ വികസന ചരിത്രത്തിൽ പുത്തൻ അധ്യായം എഴുതി ചേർത്തു. കിഴക്കൂട്ടം മണ്ഡലത്തിലെ വികസന കുതിപ്പിൻ്റെ നേർരേഖയുമായി നവകേരളം നവമുന്നേറ്റം.
തലസ്ഥാന ജില്ലയിലെ പ്രധാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. കടകംപള്ളി സുരേന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ ഗതാഗതം, പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ കോടികളുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ആദ്യമൊക്കെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിർപ്പുമായി വന്നവർ പിന്നീട് മണ്ഡലത്തിലെ വികസനങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ടുവെന്ന് MLA പറയുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിലെ അവിശ്വസനീയമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി നേതൃത്വം നൽകുന്നതിന് വേണ്ടി തയ്യാറായത്. കിഫ്ബി മുഖേന ഏതാണ്ട് 90,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം വലിയ പിന്തുണയാണ് കിഫ്ബിയിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾക്ക് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകില്ല. തുടക്കം മുതൽ തന്നെ കിഫ്ബിയെ ആക്ഷേപിക്കുകയും കിഫ്ബിയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരുടെ മണ്ഡലമടക്കം എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമുള്ള കാര്യമാണ്. $717.29 കോടി രൂപ വിനിയോഗിച്ച് കഴക്കൂട്ടം മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ആദ്യഘട്ടം പൂർത്തിയായി. പേട്ട ആനയറ വെൺപാലവട്ടം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നിർദ്ദിഷ്ട ലൈറ്റ് മെട്രോയുടെ സാങ്കേതിക ആവശ്യകതകൾ ഉൾക്കൊള്ളിച്ച് രൂപകൽപ്പന ചെയ്ത ശ്രീകാര്യം ഫ്ലൈ ഓവർ അടക്കമുള്ള പ്രവർത്തനങ്ങളും ഉടൻ യാഥാർത്ഥ്യമാകും. കഴക്കൂട്ടത്തെ ദീർഘകാല സ്വപ്ന പദ്ധതികളൊക്കെ തന്നെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്. പൂർണ്ണമായെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കേരളത്തിൻ്റെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. ഒരു സമഗ്ര വികസന പദ്ധതിക്കാണ് കിഫ്ബിയിലൂടെ നമ്മൾ രൂപം കൊടുത്തത്. 717 കോടി രൂപയുടെ ഒരു സമഗ്ര വികസന പദ്ധതി, ഒരു മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഫസ്റ്റ് ഫേസേ നമുക്കിപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ 2-3 ഫേസുകളിലൂടെ 717 കോടി രൂപയുടെ ആ വികസന പദ്ധതിയെ ലക്ഷ്യം കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലത്തെ ജനങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ നാട്ടിൽ കടകംപള്ളിയിൽ പേട്ട ആനയറ ഉരുവാതത്തോട്ട റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത്. അതിന് ഏതാണ്ട് 133.60 കോടി രൂപ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു 50% മേലെയായി. അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് കോൺട്രാക്റ്റ് എടുത്ത കോൺട്രാക്റ്റിംഗ് കമ്പനി ULCCS. ശ്രീകാര്യം മേൽപ്പാലം ദീർഘകാലം ആയിട്ടുള്ള നമ്മുടെ തലസ്ഥാന നഗരിയിലെയും പുറത്തുനിന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്ന ജനങ്ങളുടെയും ഒരാഗ്രഹമായിരുന്നു. ഒരു ബോട്ടിൽ നെക്കായിരുന്നു അത്. മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ടി വരും. അവിടെ ഒരു മേൽപ്പാലം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അതിന് കിഫ്ബിയാണ് ഫണ്ടിങ് ഏജൻസിയായിട്ട് നിൽക്കുന്നത്. 166 കോടി രൂപയാണ് ആ മേൽപ്പാല വികസനത്തിനായിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
മെഡിക്കൽ കോളേജ് മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള ക്യാമ്പസ് റോഡ് നവീകരണം, 600ഓളം കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള 2 മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുകൾ, പുതിയ മേൽപ്പാല റോഡ് നിർമ്മാണം എന്നിവ ഉൾപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. കഴക്കൂട്ടം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ, കുളത്തൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ നവീകരണവും പൂർത്തിയായി. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കിഫ്ബിയുടെ സഹായത്തോടുകൂടി 35 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂള്, കുളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂള്, ഇതെല്ലാം തന്നെ കിഫ്ബിയിലൂടെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ സ്കൂളുകളാണ്. 6ഉം 5ഉം കോടി രൂപയാണ്, ഏതാണ്ട് 11 കോടി രൂപയാണ് 2 സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് നീക്കിവെച്ചിട്ടുള്ളത്. വളരെ വലിയൊരു പദ്ധതിയാണ് ആക്കുളം കായൽ റിജുവനേഷൻ സ്കീം എന്ന് പറയുന്നത്. 98 കോടി രൂപയാണ് കിഫ്ബി ആ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പദ്ധതിയാണത്. ഒരു മാതൃകയൊന്നും നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ അത് അവശേഷിക്കുന്നുണ്ട്. എന്തായാലും കിഫ്ബിയുടെ ഫണ്ടിങ് അവർ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. 98 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണവും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഇങ്ങനെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് കിഫ്ബി എന്ന സാമ്പത്തിക സ്ഥാപനത്തെ, ധനകാര്യ സ്ഥാപനത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് കിഫ്ബിയുടെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നൊരു കാര്യമാണ്. അതിനെ ആക്രമിക്കാനും അപമാനിക്കാനും ഒക്കെ ശ്രമം നടക്കുമ്പോഴും ഏതാണ്ട് 90,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ, വലിയ പാലങ്ങൾ, വലിയ റോഡുകൾ, ദേശീയപാതാ വികസനം, തീരദേശ വികസനം, ഹൈവേ വികസനം തുടങ്ങി ഇങ്ങനെ നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഏകാൻ കഴിയുന്ന ധനകാര്യ സ്ഥാപനമായിട്ട് കിഫ്ബിയെ മാതൃകാപരമായി സുതാര്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ് സാധിച്ചു. കിഫ്ബി ഒരു ഉറുപ്പിക മുടക്കുമ്പോൾ കിഫ്ബിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി, കിഫ്ബിയുടെ 1 രൂപയിലൂടെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റി അവർ അഷ്വർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതിനെയാണ് ചിലർ എതിർക്കുന്നത്. ആ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ചില സാങ്കേതികമായിട്ടുള്ള ഇടപെടലുകളും പരിശോധനകളും ഒക്കെ കിഫ്ബിക്ക് ആവശ്യമായിട്ട് വരും. എങ്ങനെയെങ്കിലും പണം ചിലവഴിക്കുകയല്ല, ആ സാങ്കേതികമായിട്ടുള്ള ക്വാളിറ്റി അഷ്വർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് കിഫ്ബിയുടെ പ്രത്യേകത. അനുദിനം വളരുന്ന കഴക്കൂട്ടത്തിന് അനിവാര്യമായ വികസനമാണ് പോയ വർഷങ്ങളിൽ അതിവേഗം നടപ്പായത്.